My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 201-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഫോസ്ഫറസ് വളരെ ജീവൽപ്രധാനമായ നിരവധി പ്രയോഗ സാധ്യതകളുള്ളൊരു ഔഷധമാണിത്. വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്നതും നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഔഷധമാണ്. അത് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് പ്രയോഗിക്കാനും നിരവധി പേരെ രോഗശാന്തിയിലേക്ക് നയിക്കാനും സാധിക്കും. എനിക്ക് സൾഫറിന് ശേഷം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം കൂടി ഉണ്ടായൊരു ഔഷധമാണത്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. The complaints of phosphorus are most likely to arise in the feeble constitutions, such as have been born sick, grown up slender, and grown too rapidly. വളരെ കൃത്യമായിട്ട് ആ ഒരു രോഗിയുടെ ചിത്രം കൃത്യമായിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ബോൺ സിക്ക്? രോഗിയായി ജനിച്ച വ്യക്തി. പാരമ്പര്യ പ്രശ്നങ്ങൾ, ഗർഭകാല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണണം. രോഗിയായി ജനിച്ച വ്യക്തി, വളരെ ശോഷിച്ച് വളർന്നു വന്ന ഒരാൾ, പക്ഷേ വളർച്ച വളരെ പെട്ടെന്നുള്ള വളർച്ചയാണ്, പെട്ടെന്ന് വളരുന്നു. അപ്പോൾ അതാണ് ടിപ്പിക്കൽ നേച്ചർ. രോഗിയായിട്ട് ജനിച്ചു വന്നാൽ അങ്ങനെ നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. വളരെ ശോഷിച്ച പ്രകൃതമാണെങ്കിലും പെട്ടെന്ന് വളർന്നു വരുന്നൊരു പ്രകൃതം. ഇറ്റ്സ് കംപ്ലൈൻസ് ആർ ഫൗണ്ട് ഇൻ സച്ച് ആസ് ആർ എമീഷിയേറ്റഡ് ആൻഡ് ഇൻ ദോസ് ഹു ആർ റാപ്പിഡ്ലി എമീഷിയേറ്റിംഗ്, in children who are growing into marasmus, and in persons who have in them the foundation of conception fairly well laid. ഒരു ട്യൂബർക്കുലർ നേച്ചർ. അപ്പോൾ വളരെ ശോഷിച്ച മെലിഞ്ഞ പ്രകൃതക്കാരാണ്, വളരെ പെട്ടെന്ന് മെലിയുന്ന പ്രകൃതമുള്ളവരാണ്. കുട്ടികൾ പോഷകദാരിദ്ര്യം വന്ന് ഇങ്ങനെ ഗ്രഹണി പിടിച്ചവരെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികൾ. മറ്റൊന്ന്, ഒരു ക്ഷയരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ളവർ, ഒരു ക്ഷയരോഗത്തിൻ്റെ അടിത്തറ. അപ്പോൾ കുടുംബം അങ്ങനത്തെ ഇതിലായിരിക്കാം, അതിന് പാരമ്പര്യം ഉണ്ടാകാം. അപ്പോൾ അത്തരം ആളുകളിലാണ് ഫോസ്ഫറസ് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഡെലിക്കേറ്റ്, വാക്സി, അനീമിക് ആൻഡ് അമീഷിയേറ്റ് സബ്ജക്ട്സ്. വളരെ ഡെലിക്കേറ്റാണ്, വാക്സിയാണ്, നല്ല ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർ, ഒരു വാക്സി സ്കിന്നുള്ളവർ, അനീമിക്ക് വിളറി, രക്തക്കുറവുകൊണ്ട് വിളറിയവർ, ശോഷിച്ചവർ. In persons who are vehement, irascible, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ, വളരെ പാഷനേറ്റുള്ള ആളുകൾ. വീമെൻ്റ് എന്നുള്ളത് ഇവിടെ സ്പീഡി എന്നുള്ളത് ഇവിടെ വളരെ പാഷനേറ്റ് എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് വികാരം കൊള്ളുന്ന ആളുകൾ, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളുകൾ, ആ ടൈപ്പ് ആളുകൾ. ദിസ് എക്സ്പ്രസസ് ദ പേഴ്സൺസ് ഡിസ്പോസിഷൻ സംവാട്ട് ആസ് വെൽ ആസ് ഹിസ് ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്. ഇത് ആ വ്യക്തിയുടെ ആന്തരിക ഘടന, വ്യക്തിത്വ ഘടനയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്, ഈ ഒരു സ്വഭാവ സവിശേഷതകൾ. ഇന്റേണലി ഹീസ് ഇൻ എ ടർമോയിൽ. അതാണ് ആന്തരികമായിട്ട് അയാൾ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയാണ്, ആകെ കുഴപ്പമാണ് ഇന്റേണലി. പുറമേ ഇതേപോലെ പാഷനേറ്റാണ്, ദേഷ്യം പിടിക്കുന്ന അവസ്ഥയാണ്, ഇന്റേണലി അങ്ങനെ തന്നെയാണ്. സബ്ജക്ട് ടു വയലന്റ് പൾസേഷൻസ്, കംപ്ലൈൻസ് ഫ്രം ഇലക്ട്രിക് ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ വൈദ്യുതപരമായ മാറ്റങ്ങൾ, അതായത് തണ്ടർസ്റ്റോം, ഇടിമിന്നലുണ്ടാകുന്നു, ഇലക്ട്രിക് കണ്ടീഷനിൽ മാറ്റം വരുന്നു, അതിനോടൊക്കെ സെൻസിറ്റീവാണ്. ഉള്ളിൽ വല്ലാതെ പൾസേഷന് വിധേയമാകപ്പെടും. വയലന്റ് പാൽപിറ്റേഷൻസ് ആൻഡ് ഓർഗാസംസ്, വല്ലാതെ നെഞ്ചിടിപ്പുകളും രക്തം ഇരച്ചു കയറലും ഒക്കെ ഉണ്ട്. ഇൻ ക്ലോറോട്ടിക് ഗേൾസ് ഹു ഹാവ് ഗ്രോൺ ടു റാപ്പിഡ്ലി ആൻഡ് ഹാവ് സഡൻ ടേക്കൺ ഓൺ വീക്ക്നെസ്, പാലർ, ഗ്രീൻ സിക്നസ് വിത്ത് മെൻസ്ട്രൽ ഡിഫിക്കൽട്ടീസ്. ഇനി പെൺകുട്ടികളുടെ കാര്യത്തിൽ വിളറി മഞ്ഞച്ച തരത്തിലുള്ള പെൺകുട്ടികൾ പെട്ടെന്ന് വളരുകയൊക്കെ ചെയ്യും, പക്ഷേ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, ഒരു ആകെ വിളറിയ അവസ്ഥയാണ്. ഗ്രീൻ സിക്നസ്, വിളറി മഞ്ഞച്ച് ആ ഒരു അവസ്ഥ. ഒപ്പം മെൻസ്ട്രൽ ഡിഫിക്കൽട്ടീസ്, പൊതുവെ മെൻസ്ട്രൽ ഡിഫിക്കൽട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഗ്രീൻ സിക്നസ്, ഈ വളർച്ചയും മറ്റൊക്കെ വരുന്നത്. ഹെമറാജിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് രക്തം വാർച്ചയുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ശാരീരിക അവസ്ഥ. സ്മോൾ വൂൺസ് ബ്ലീഡ് മച്ച്, ചെറിയ മുറി മതി പെട്ടെന്ന് അത്
ബ്ലീഡിങ് ഉണ്ടാവും. ദ പ്രിക്ക് ഓഫ് ദ നീഡിൽ വിൽ ബബിൾ ഫോർത്ത് മച്ച് ബ്രൈറ്റ് റെഡ് ബ്ലഡ്. വെറുതെ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ഒരു അല്പം രക്തം വരുന്നതിന് പൊടിയുന്നതിന് പകരം വലിയൊരു ബബിള് നല്ല ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരും. ഇത് എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകൻ, എന്നേക്കാൾ അല്പം പ്രായം കുറവാണ്. ആ കുട്ടിക്ക് ഇതേപോലെ വല്ലാതെ രക്തവാർച്ച ഉണ്ടാകുമായിരുന്നു. ചെറുപ്പം വരെ വലിയ പ്രശ്നമാണ്, അത് മാറില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. അവനൊരുതരം ഇത്തരം ഒരുതരം ഈ ഇറാസിബിൾ നേച്ചർ എന്ന് പറയില്ലേ, വീമൻ്റെ ഇറാസിബിൾ, ആ ഒരു നേച്ചർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൻ ചെയ്തിരുന്നു വെച്ചാൽ അവന് ദേഷ്യം വന്ന് വീട്ടുകാരോടൊരു ഒരു പ്രതികാരം ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലേഡ്, അവൻ്റെ ഫാദർ ഷേവ് ചെയ്യുന്നൊരു ബ്ലേഡ് എടുത്തിട്ട് ഈ പല്ലിൻ്റെ മുന്നിലെ പല്ലിൻ്റെ ഇടയിൽ വെച്ചിട്ടിങ്ങനെ അമർത്തും. അപ്പോൾ പല്ലിൽ നിന്ന് ബ്ലീഡിങ് വരും. അവൻ്റെ സ്ഥിരം വിനോദമായിരുന്നു. എത്ര മാറ്റി വെച്ചാലും അത് അവൻ ചെയ്യും. ഇതെനിക്ക് ചെറുപ്പത്തിൽ അറിയാവുന്നതായിരുന്നു. ഈ ഫോസ്ഫറസൊക്കെ വായിച്ച സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കേസൊക്കെ ഒന്ന് സംസാരിച്ചു. പിന്നീട് ബാബുച്ചേട്ടനൊക്കെ പരിചയമായി കഴിഞ്ഞപ്പോൾ ബാബുച്ചേട്ടന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ കുട്ടീനെ കൊണ്ടുപോയി കേസ് സ്റ്റഡി ചെയ്ത്, ഫോസ്ഫറസ് കേസ് തന്നെയായിരുന്നു. നന്നായിട്ട് ഹീലിംഗ് കിട്ടി ആ കുട്ടിക്ക്. അന്ന് ആ കുട്ടി പ്രീഡിഗ്രിക്കാൻ മറ്റോ പഠിക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ടായിരുന്നു. ഈ വളർച്ചയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വളരെ ഗ്രഹണി പിടിച്ചൊരു കുട്ടിയായിരുന്നു. ഒക്കെ മാറി വളരെ ആരോഗ്യവാനായിട്ട് തീർന്നു. ഹെമറേജ് ഫ്രം സ്മോൾ വൂണ്ട്സ്, ഫ്രം ദ നോസ്, ഫ്രം ദ ലങ്സ്, ഫ്രം ദ സ്റ്റൊമക്, ഫ്രം ദ ബ്ലാഡർ ആൻഡ് ഫ്രം യൂട്രസ്. എനിക്ക് പറഞ്ഞ എല്ലായിടത്തു നിന്നും ബ്ലീഡിംഗ് ഉണ്ട്. സകല ഭാഗങ്ങളിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് ഫ്രം അൾസറേഷൻസ്, വ്രണങ്ങളുണ്ടായി അവിടുന്ന് രക്തവാർച്ച. ഫാൾസ് ഗ്രാനുലേഷൻസ് ദാറ്റ് ബ്ലീഡ്, കട്ടിയായിട്ട് ഇങ്ങനെ ഒരു അവയവത്തിൽ തന്നെ ഒരു രൂപമാറ്റം വന്നൊരവസ്ഥ. ബിനൈനാണ്, അതിൽ നിന്നും ബ്ലീഡിങ്. പ്യൂർപ്പുറ ഹെമറാജിയ, ആന്തരിക രക്തസ്രാവം ഉള്ള ആ ഒരു പ്രകൃതം. ബ്ലാക്ക് ആൻഡ് ബ്ലൂ സ്പോട്ട്സ്, കറുത്ത നിറത്തിലും നീല നിറത്തിലുള്ള സ്പോട്ട്സ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടാകും. ബ്ലഡ് സെറ്റിൽസ് ബിനീൻ ദ കഞ്ചക്റ്റീവ, കണ്ണിൻ്റെ പാടയ്ക്ക് കീഴെ രക്തം കട്ട പിടിക്കുന്നു. ഈ ഒരു അവസ്ഥ ബാബുച്ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബ്രദറിലോ ആയിരുന്നു. കണ്ണിൽ ചുവപ്പ് നിറമായിട്ടാണ് തുടങ്ങിയത്. അല്ലാതെ തലവേദനയും മറ്റുമൊക്കെ വന്ന് അവസാനം ബോധക്ഷയമൊക്കെ വന്ന സമയത്ത് എറണാകുളത്ത് വളരെ വലിയൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെ അറിയുന്ന ആൾ ICUവിലാണെന്നുള്ള. അപ്പോൾ കണ്ണിലെന്തോ ഫംഗസ് ബാധിച്ചു എന്നാണ് അവരുടെ കണ്ടെത്തൽ. അത് തലച്ചോറിലേക്ക് പടർന്നു കഴിഞ്ഞു. ഇനി രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്. ഒരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ, ബാബുച്ചേട്ടൻ എനിക്ക് ഒരേപോലെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പോയി വളരെ സാഹസികമായിട്ടെന്നോളം ബാബുച്ചേട്ടൻ ഇതിൽ കയറി, ICUവിൽ കയറി. അവർ കയറ്റുന്നില്ലായിരുന്നു, കയറി കണ്ടു. ബന്ധുക്കളോടൊക്കെ കേസൊക്കെ എടുത്തു. അതും ടിപ്പിക്കൽ ഫോസ്ഫറസ് കേസായിരുന്നു. ഫോസ്ഫറസ് കൊടുത്തു. ആൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ICUവിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ബാബുച്ചേട്ടൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കുറേ പ്രയാസപ്പെട്ടു അയാളെ റിക്കവർ ചെയ്തെടുക്കാൻ. പക്ഷേ അയാൾ പൂർണ്ണമായിട്ട് അതിൻ്റെ 6-7 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് അയാൾക്ക് സൗഖ്യം കിട്ടി. ബ്ലഡ് സെറ്റിൽസ് ബിനീത് ദ കഞ്ചക്റ്റീവ ഓർ ബിനീത് ദ സ്കിൻ എനിവർ, ത്വക്കിൻ്റെ എവിടെയും കീഴെ രക്തം ഇങ്ങനെ കട്ട പിടിക്കാം. സ്മോൾ ബ്രൂസസ് ടേക്ക് ഓൺ ബ്രോഡ് ബ്ലൂ സ്പോട്ട്സ്, ചെറിയൊരു പരിക്കുണ്ടായാൽ മതി, ചതവുണ്ടായാൽ മതി, അവിടെ വലിയ നീലിച്ച് അങ്ങനെ വരും. ബ്ലോസ് മച്ച് ബ്ലഡ് ഔട്ട് ഓഫ് ദി നോസ്, മൂക്കിൽ നിന്ന് ധാരാളം രക്തം തുമ്മിയും ചീറ്റിയൊക്കെ കളയുന്നു. പെറ്റാഷിയെ ഓൾ ഓവർ ദ ബോഡി സച്ച് ആസ് ആർ ഫൗണ്ട് ഇൻ ടൈഫോയിഡ് ഫീവർ, ലോ ഫോംസ് ഓഫ് കണ്ടിന്യൂഡ് ഫീവർ വിത്ത് ഹെമറേജസ്. ഈ ഒരു അവസ്ഥ തന്നെ നീലിച്ച് വരുന്ന ഒരവസ്ഥ ശരീരത്തിന് എല്ലായിടത്തും വരാം. വിശേഷിച്ചും ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ തുടർന്ന് നിൽക്കുന്ന രക്തസ്രാവത്തോടുകൂടിയ മാരകമായ തരം പനികളിലൊക്കെ അങ്ങനെ നീലിപ്പുണ്ടാകാം. ഫംഗസ് ഗ്രോസ് ഉണ്ടോ, പൂപ്പലിൻ്റെ വളർച്ച. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് കണ്ണിലൊരു തരം ഫംഗസ് ആണെന്നാണ് പറഞ്ഞത്. ആ ഫംഗസ് തലച്ചോറിലേക്കും വ്യാപിക്കുന്നു, മരിച്ചു പോകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആൾ ജീവിച്ചു പോകുന്നു. ഫാറ്റി ഡിജനറേഷൻ ഈസ് എ മാർക്ഡ് ഫീച്ചർ ഓഫ് ഫോസ്ഫറസ്. കൊഴുപ്പ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന അടിയൽ ഫോസ്ഫറസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ലിവർ, ഹാർട്ട് ഓർ കിഡ്നീസ്. കരളിലാകാം, ഹൃദയത്തിലാകാം, വൃക്കകളിലാകാം. ഈ ഹൃദയത്തിലിങ്ങനെ കൊഴുപ്പടിഞ്ഞ് വലിയ പ്രശ്നമായൊരു കേസ് ഫോസ്ഫറസ് കൊണ്ട് സുഖപ്പെടുത്തിയ കാര്യം ഒരു ഹോമിയോപ്പാത്തി ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അതും സർജറിയും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ചെയ്ത് ആകെ അവശതമായൊരു കേസായിരുന്നു.
ഫോസ്ഫറസ് കേസ് ആയിരുന്നു അത്. ഫോസ്ഫറസ് കൊണ്ട് സുഖപ്പെട്ടു പോയി. ജനറൽ ഡ്രോപ്സിക്കൽ കണ്ടീഷൻ, പൊതുവെ ഒരു തളർന്നൊരവസ്ഥ, നീർക്കെട്ടി ഒരവസ്ഥ. ബ്ലോട്ടിംഗ് ഓഫ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കൈകളും കാലുകളും ഒക്കെ ഇങ്ങനെ നീര് വന്ന് വീർത്ത്. എസ്പെഷ്യലി ഡ്രോപ്സിക്കൽ കണ്ടീഷൻസ് ആഫ്റ്റർ സ്കാർലറ്റ് ഫീവർ. ഈ സ്കാർലറ്റ് ഫീവറിന് ശേഷം ഉണ്ടാകുന്ന ഈ ഡ്രോപ്സി, ഈ ശരീരമൊക്കെ നീര് കെട്ടി വീർത്തൊരവസ്ഥ. The mucous membranes are all pale, such as is found after bleeding or in low forms of disease. എല്ലാ മ്യൂക്കസ് മെംബ്രെയിനും ശ്ലേഷ്മസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ വിളറിയ നിറം വരുന്നു. അതിങ്ങനെ രക്തവാർച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ വല്ലാത്ത തരം വളരെ ഗുരുതരമായ രോഗങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ശ്ലേഷ്മസ്തരങ്ങളിലെ മ്യൂക്കസ് മെംബ്രെയിനിലെ വളർച്ച. എ മാർക്ക് സ്റ്റേറ്റ് ഓഫ് അനീമിയ ആൻഡ് റിലാക്സ്ഡ് കണ്ടീഷൻ ഓഫ് ദ മസിൽസ്. പേശികളിൽ ഈ പറയുന്ന മാതിരി രക്തമില്ലാത്തൊരവസ്ഥ, ബലം ക്ഷയിച്ച് തൂങ്ങിപ്പോകുന്ന റിലാക്സ് ചെയ്തൊരവസ്ഥ. മസിൽസ് ഫ്ലാബി, പേശികളൊക്കെ ഇങ്ങനെ ഫ്ലാബിയാണ്, അയവുള്ളതാണ്. ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ മസിൽസ്, പേശികളിലും കൊഴുപ്പിടിക്കാം. ജെനിറ്റൽസ് ഹാങ് ഡൗൺ, ജെനിറ്റൽസിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നു, അവിടെയും ഈ ഫ്ലാബി ആയിട്ട് തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ. ഇൻ ദ വുമൺ റിലാക്സേഷൻ ഓഫ് ദ പെൽവിക് ഓർഗൻസ്, പെൽവിക് ഓർഗൻസിൽ ഗൈനിക് സിസ്റ്റത്തിലൊക്കെ ഈ റിലാക്സേഷൻ വരാം. പ്രൊലാപ്സസ് ആൻഡ് അതർ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, സ്വാഭാവികമായിട്ട് ഒത്തിരി സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നതാണ് പ്രൊലാപ്സസ്. ഗർഭപാത്രം, മൂത്രസഞ്ചി, ഇവിടെയൊക്കെ ഈ പ്രൊലാപ്സസ് വരാം. സ്റ്റിഫ്നെസ് ഈസ് എ മാർക്ഡ് ഫീച്ചർ ഓഫ് ഫോസ്ഫറസ്. ഇതിനോടൊപ്പം തന്നെ സ്റ്റിഫ്നെസ്സും ഉണ്ട്, ഫോസ്ഫറസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ആകെ മുറുകിപ്പോകുന്ന സന്ധികളും മറ്റുമൊക്കെ മുറുകിപ്പോകുന്നൊരവസ്ഥ. സ്റ്റിഫ്നെസ് ഓൺ ബിഗിനിങ് ടു മൂവ്, ഒരു നടന്ന് തുടങ്ങാൻ ഒരു മൂവ്മെൻറ്റ് തുടക്കത്തിൽ ഒരു സ്റ്റിഫ്നെസ് സന്ധികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നു. ലിംസ് സ്റ്റിഫ്സ് ലൈക്ക് എ ഫൗണ്ടേഡ് ഹോഴ്സ്, ഒരുതരം കുളമ്പിന് വീക്കം വന്ന കുതിര. അത് വെസ്റ്റേൺ കൺട്രീസിൽ കുതിരയെ പതിവായിട്ട് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ കുതിരകൾക്ക് വരുന്ന സാധാരണ അസുഖമാണ്. അത് നടക്കാൻ മടിക്കും, അത് നടത്താൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഈ ലിംസ് സ്റ്റിഫായി പോയി, അങ്ങനത്തെ ഒരു അവസ്ഥ വരാം. എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, രാവിലെയാണ് അത് കൂടുതലും കാണുന്നത്. റൊമാറ്റിക് സ്റ്റിഫ്നെസ് ഇൻ ഓൾ ദ ലിംസ്, എല്ലാ കൈകാലുകളിലൊക്കെ വാദസംബന്ധമായിട്ടുള്ള ഒരു മുറുകിയ ഒരവസ്ഥ. ഫോസ്ഫറസ് ഹാസ് ടിയറിങ് ഡ്രോയിങ് പെയിൻസ് ഇൻ ദ ലിംസ്. ഫോസ്ഫറസിന് അത് ടിയറിങ് പെയിൻ, ഡ്രോയിങ്, എല്ലാത്തരം വേദനകളും കൈകാലുകളുണ്ട്. ഡ്രോയിങ്, ടിയറിങ് പെയിൻസ് ഇൻ അഫക്റ്റഡ് പാർട്സ്, എന്തെങ്കിലും രോഗാവസ്ഥ ബാധിച്ച ഭാഗങ്ങളിലും ഇത്തരം വല്ലാത്ത വേദനകളുണ്ട്. ഫോസ്ഫറസ് കംപ്ലൈൻറ്റ്സ് ആർ വേഴ്സ് ഇൻ കോൾഡ് വെതർ. ഇതിൻ്റെ പ്രധാനപ്പെട്ട മൊഡാലിറ്റി, തണുത്ത കാലാവസ്ഥയിലാണ് ഫോസ്ഫറസിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ദ പേഷ്യൻ്റ് ഹിംസെൽഫ് ജനറലി കൺസിഡേർഡ് ഈ സെൻസിറ്റീവ് ടു കോൾഡ്. അത് അയാളുടെ ജനറൽ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. പൊതുവെ അയാൾ തണുപ്പ് കൊണ്ടാണ് അയാൾക്ക് പ്രശ്നം വരുന്നത്. ഓൾ ഹിസ് കംപ്ലൈൻറ്റ്സ് ആർ വേഴ്സ് ഫ്രം കോൾഡ് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻസ്. തണുപ്പ് കൊണ്ട് മാത്രമല്ല, തണുപ്പിൻ്റെ ആപ്ലിക്കേഷൻ, നനഞ്ഞ തുണി ഇടുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ വരാം. ആൻഡ് ബെറ്റർ ഫ്രം ഹീറ്റ് ആൻഡ് വാം ആപ്ലിക്കേഷൻസ്. ചൂട് കൊണ്ടും ചൂട് കവറിങ് കൊണ്ടും ചൂട് പിടിക്കുന്നത് കൊണ്ടും അയാൾക്ക് സൗഖ്യം കിട്ടും. എക്സെപ്റ്റ് ദ കണ്ടീഷൻസ് ഓഫ് ദ ഹെഡ് ആൻഡ് സ്റ്റൊമക്ക്. പക്ഷേ ഇതിന് എക്സെപ്ഷൻ ഉണ്ട്, തലയുടെയും വയറിൻ്റെയും പ്രശ്നങ്ങൾ. ചൂട് കൊണ്ടുള്ള സൗഖ്യത്തിന്, ശമനത്തിന് രണ്ട് എക്സെപ്ഷൻസ് ആണ് വയറും തലയും. വിച്ച് ആർ അമീലിറേറ്റഡ് ഫ്രം കോൾഡ് ആസ് വിൽ ഹിയർ ആഫ്റ്റർ ബി ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ തലയുടെയും വയറിൻ്റെയും കാര്യങ്ങൾ തണുപ്പ് കൊണ്ടാണ് മെച്ചം, ഒരു പൊതു അവസ്ഥയായിട്ട് ചേർന്ന് വരും. അത് അയാളുടെ പൊതു അവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് തലയും വയറും നിൽക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഫോസ്ഫറസ് ഹാസ് ബീൻ വെരി യൂസ്ഫുൾ ഇൻ വീക്ക് റിലാക്സ്ഡ് കണ്ടീഷൻസ് ഓഫ് ദ ജോയിൻറ്റ്സ് ഫോളോയിങ് സ്പ്രെയിൻസ് വെൻ ദ സിംറ്റംസ് അഗ്രി. ഒരു സ്പ്രെയിൻസ് വന്നിട്ട്, സന്ധികളിൽ സ്പ്രെയിൻസ് വന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ക്രോണിക്കായിട്ടുണ്ടാകുന്ന തളർച്ചയും തളർന്നൊരവസ്ഥ, റിലാക്സ്ഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഉപകരിക്കും. അതിൻ്റെ ജനറാലിറ്റീസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഉപകരിക്കും. നെക്രോസിസ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ഫോസ്ഫറസ്, എസ്പെഷ്യലി ഓഫ് ദ ലോവർ ജോ, ബട്ട് മേ ബി യൂസ്ഫുൾ ഇൻ നെക്രോസിസ് ഓഫ് എനി ഓഫ് ദ ബോൺസ്. കീഴ്ത്താടിയലിൽ സവിശേഷമായിട്ടും മറ്റേത് അസ്ഥികളുടെ ഭാഗത്തും അസ്ഥികൾക്ക് ക്ഷയം, അസ്ഥികൾ ദ്രവിച്ചു പോകുന്ന അവസ്ഥ വരാം. അതുപോലെ തന്നെ എക്സോസ്റ്റോസിസ് ഓഫ് ദ സ്കൾ വിത്ത് ടിയറിങ് പെയിൻ. തലയോട്ടിയിലും ഇതേപോലെ അസ്ഥികളിൽ മുഴകൾ വരാം. ക്യാൻസറസ് അല്ലാത്ത
ബിനൈനായിട്ടുള്ള മുഴകൾ തല വരാം. ഒപ്പം വല്ലാത്ത ടിയറിങ് പെയിൻസും ഉണ്ട്. ടിയറിങ് ബോറിങ് പെയിൻസ് എസ്പെഷ്യലി അറ്റ് നൈറ്റ്. വിശേഷം രാത്രിയിലാണ് എല്ലാത്തരം കുത്തിത്തുളയ്ക്കുന്ന തരത്തിൽ പിരിക്കുന്ന തരത്തിലൊക്കെ ഉള്ള വേദനകൾ. ഫോസ്ഫറസ് ഹാസ് ക്യൂർഡ് പോളിപ്പി ഓഫ് ദ നോസ് ആൻഡ് ഇയേഴ്സ്. മൂക്കിലും ചെവിയിലും വരുന്ന ദശ വളർച്ചയെ ഫോസ്ഫറസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രോഫുലസ് ആൻഡ് ഗ്ലാൻഡുലർ സ്വെല്ലിങ്സ്. സ്ക്രോഫുലയിൽ എല്ലാ ഗ്ലാൻസിലുമൊക്കെ വീക്കം. ഗ്ലാൻസ് എൻലാർജ് എസ്പെഷ്യലി ആഫ്റ്റർ കോൺഡ്യൂഷൻസ് ലൈക്ക് ബെല്ലിസ്. അപ്പോൾ ഒരു ചതവോ അങ്ങനെ നിലക്ക് ഉണ്ടായ ശേഷം ഈ ഗ്രന്ഥികളിൽ വീക്കം വരുന്ന അവസ്ഥ, അതിന് ബെല്ലിസ് പെരണിസുമായിട്ട് അതിന് ഫോസ്ഫറസിന് സാദൃശ്യമുണ്ട്. ഗ്ലാൻഡുലർ അഫക്ഷൻസ് ഓഫ് വീക്ക് പെയിൽ സിക്ലി ഇൻഡിവിജ്വൽസ് such as suffer from diarrhea, such as suffer from exhaustive conditions, abscesses, fistulous openings with hectic fever. അപ്പോൾ ക്ഷീണിച്ച വിളറിയ രോഗാതുരമായ വ്യക്തികളിൽ, വിശേഷിച്ചും വയറിളക്കം ബാധിക്കുന്നവർ, എക്സോസ്റ്റീവ് കണ്ടീഷൻസ്, വല്ലാതെ തളർന്നു പോകുന്ന അവസ്ഥകളിൽ ഉള്ളവർ, പഴുപ്പ് ഉള്ളവർ, ഫിസ്റ്റുലസ് ഓപ്പണിങ്സ് ഉള്ളവർ, ഫിസ്റ്റുലയുടെ പ്രശ്നമുള്ളവർ, ഹെക്ടിക് ഫീവർ, വല്ലാതെ ചൂട് മാറ്റം വരുന്ന പനിയുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഗ്ലാൻഡുലർ അഫക്ട്സ്, അവരുടെ ഗ്രന്ഥികളൊക്കെ സ്വെല്ലിങ്സോ കല്ലിപ്പോ ഒക്കെ ഉണ്ടാകുന്നു. വായിച്ചപ്പോൾ ഇതിനൊരു ജനറൽ ടെമ്പറാമെൻറ്റുമായിട്ട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും പല കാര്യങ്ങളിലും എനിക്കൊരു സാദൃശ്യം വായിച്ചപ്പോൾ തോന്നിയൊരു ഔഷധമാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഞാൻ ഫോസ്ഫറസ് കഴിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ പറയാം. എൻ്റെ ഒരു ജനറൽ കണ്ടീഷനുമായിട്ട് യോജിക്കുന്നതല്ല, എന്നാൽ പോലും ഒരു സാഹചര്യത്തിന് ഞാൻ കഴിച്ചു ഒരു ഡോസ്, അതുകൊണ്ട് ഗുണമുണ്ടായി. ആബ്സസ് വിത്ത് കോപ്പിയസ് ഡിസ്ചാർജ് ഓഫ് യെല്ലോ പസ്. പഴുപ്പ് എങ്ങനെയാണ്? വല്ലാതെ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ്, പുറത്തേക്ക് ഒഴുകുന്ന പഴുപ്പുകൾ. മാലിഗ്നന്റ് ഗ്രോത്ത്സ് ആർ ഗ്രേറ്റ്ലി റെസ്ട്രെയിൻഡ് ബൈ ദ യൂസ് ഓഫ് ഫോസ്ഫറസ്. മാരകമായിട്ടുള്ള അർബുദ സ്വഭാവമുള്ള വളർച്ചകൾ, അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള ഗതിയെ ഫോസ്ഫറസ് കാര്യമായ രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. വെൻ ദ സിംറ്റംസ് എഗ്രി. അപ്പോഴാണ് ലക്ഷണങ്ങൾ യോജിക്കുമ്പോഴാണ്, എൻ്റെ ജനറൽ കണ്ടീഷൻസ് യോജിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ബേണിംഗ് പെയിൻസ് ആർ ഒബ്സർവ്ഡ് എവരിവെയർ. ഫോസ്ഫറസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേച്ചറാണ് ബേണിംഗ്. ഫോസ്ഫറസ് എന്ന് പറയുന്ന എലമെൻ്റ് തന്നെ ബേണിംഗ്, പൊള്ളുന്ന, കത്തുന്ന, തീ പിടിക്കുന്ന സ്വഭാവമുള്ളതാണ്. അപ്പോൾ ആ ഒരു നേച്ചർ കൊണ്ട് ബേണിംഗ് പെയിൻസ് ഉണ്ട്. ബേണിംഗ് ഇൻ ദ ബ്രെയിൻ, ബേണിംഗ് ഇൻ ദ സ്കിൻ. തലയിൽ, ത്വക്കിലൊക്കെ ഈ ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. ബേണിംഗ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിൽ എരിച്ചിലുണ്ട്. ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഇൻ വേരിയസ് പാർട്സ്. നെഞ്ചിലും വയറ്റിലും തലയിലും എല്ലാ ഭാഗങ്ങളിലും ഒരു പൊള്ളുന്ന ഒരു ഫീല് ഉണ്ടാകാം. ദ ഫോസ്ഫറസ് പേഷ്യൻ ഈസ് വെരി സെൻസിറ്റീവ് ഓൾ എക്സ്റ്റേണൽ ഇംപ്രഷൻസ്. ബാഹ്യമായിട്ടുള്ള എല്ലാവിധ സംവേദനങ്ങളോടും ഫോസ്ഫറസ് വളരെ സെൻസിറ്റീവാണ്. സ്ലൈറ്റ് ഓഡേഴ്സ്, നിസ്സാരം മണങ്ങൾ, നോയിസസ്, ശബ്ദം, ടച്ച്, സ്പർശനം, എല്ലാത്തിനോടും ഫോസ്ഫറസ് പേഷ്യൻ്റ് വളരെ സെൻസിറ്റീവാണ്. സ്ലൈറ്റ് കോസസ് ലീഡ് ടു എക്സോഷൻ ഓഫ് ഈതർ ബോഡി ഓർ മൈൻഡ്. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ഒരു തളർന്ന അവസ്ഥയിലേക്ക് വരാനായിട്ട് ചെറിയ കാരണങ്ങൾ മതി. ട്രംബ്ലിംഗ് ത്രൂ ഔട്ട് ദ ബോഡി ഫ്രം സ്ലൈറ്റ് കോസസ്, യൂസിങ് ദ ഹാൻഡ്സ് ഫ്രം സ്ലൈറ്റ് എക്സേർഷൻ, ഫ്രം ഡെബിലിറ്റി, ഫ്രം കോഫിങ്. അപ്പോൾ ശരീരം മുഴുവൻ വിറയൽ വരാം, ചെറിയ നിസ്സാര കാര്യം മതി. കൈ കൊണ്ട് ഉള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കൊണ്ട്, എക്സേർഷൻ കൊണ്ട്, ചെറിയൊരു എക്സേർഷൻ കൊണ്ട്, തളർച്ച കൊണ്ട്, ചുമ കൊണ്ട്, അങ്ങനെ എന്തൊരു നിസ്സാര കാര്യം മതി ശരീരം മുഴുവനാകെ വിറയ്ക്കൽ വരും. വീക്ക്നെസ് പ്രിവെയിൽസ് ഇൻ എ മാർക്ക് ഡിഗ്രി. നല്ലൊരളവോളം ഒരു തളർച്ച, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഫോസ്ഫറസിൻ്റെ ഒരു നേച്ചർ തന്നെ ഒരു തളർന്ന അവസ്ഥ. ഫൈനലി ബിക്കമിങ് പാരലിസിസ് ഓഫ് പാരലിറ്റിക് വീക്ക്നെസ് സച്ച് ആസ് ഒക്കേഷൻ ഇൻ മോസ്റ്റ് ഫോം ഓഫ് ടൈഫോയിഡ് ഫീവർ വിത്ത് സ്ലൈഡിങ് ഡൗൺ ഇൻ ബെഡ്, ട്രംബ്ലിംഗ് ആൻഡ് ജേർക്കിംഗ് ഓഫ് ദ മസിൽസ്. അപ്പോൾ അവസാനം ഒരു പാരലിറ്റിക് വീക്ക്നെസ്, ആകെ തളർവാദം പിടിച്ച പോലെ ആകും. അങ്ങനെ ടൈഫോയിഡ് ഫീവറിലും മറ്റൊക്കെ വരുന്ന പോലെ കിടക്കയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് വീണു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ്, വിറയൽ, ജേർക്കിംഗ്, മസിൽസിലൊക്കെ വിറയലും ജേർക്കിങ്ങും ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ. പാരലിസിസ് ഫ്രം ഫോർണിക്കേഷൻസ് ആൻഡ് ടിയറിങ് ഇൻ ദ ലിംസ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, തൊലിയിൽ പുഴു അരിക്കുന്ന പോലുള്ള ഒരു ഫീല്, ഒപ്പം തളർച്ച, ലിംസ്, കൈകാലുകളൊക്കെ ഇങ്ങനെ വളച്ച് പിരിക്കുന്ന പോലുള്ള ഒരു വേദനയും പ്രയാസങ്ങളും. പാരലിസിസ് ദാറ്റ് കംസ് ഫ്രം അപ്പോപ്ലക്സി,
സെറിബ്രൽ ഹെമറേജ് കൊണ്ടാകുന്ന പാരലിസിസ്, തളർച്ച. അപ്പോൾ ഈ പുഴുവരിക്കുന്ന പോലത്തെ ഒരു ഫീലും മറ്റുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണത്. സ്പാസംസ് ഓഫ് ദ പാരലൈസ്ഡ് പാർട്സ്, തളർന്ന ഭാഗങ്ങളിലൊക്കെ വലിച്ചു കോച്ചിൽ. ടിയറിങ്, ഡ്രോയിങ്, ബോണിങ് പെയിൻസ് ത്രൂ ഔട്ട് ദ ബോഡി, ശരീരം മുഴുവൻ ഇങ്ങനെ വലിച്ച് കീറുന്ന പോലെ, പിരിക്കുന്ന പോലെ ഒക്കെ ഉള്ള, പൊള്ളുന്ന പോലെയൊക്കെ ഉള്ള വേദനകൾ. ദ ഫോസ്ഫറസ് പേഷ്യൻ്റ് വാഷ് ടു ബി റബ്ഡ്. ഫോസ്ഫറസ് പേഷ്യൻ്റ് മറ്റൊരു ശരീരത്തിനെ ഉരയ്ക്കാൻ തോന്നും, ഉരയ്ക്കണമെന്നുള്ള തോന്നൽ വരും. ഹീസ് ജനറലി ബെറ്റർ ആഫ്റ്റർ സ്ലീപ്പ്. ഉറക്കത്തിന് ശേഷം അയാളുടെ സ്ഥിതി നന്നാകും. ഓൾവേസ് വാണ്ട് ടു റെസ്റ്റ്. എപ്പോഴും വിശ്രമിക്കണം, വെറുതെ ഇരിക്കണം. ഓൾവേസ് ടയേർഡ്, കാരണം എപ്പോഴും ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഫോസ്ഫറസ് ഞാൻ ചിന്തിക്കാൻ ഉണ്ടായ കാരണം ഒന്നിതാണ്. അവർ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ക്ഷീണിതാവസ്ഥയും എപ്പോഴും വിശ്രമിക്കണമെന്ന് തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. ദ ഫോസ്ഫറസ് പേഷ്യൻ്റ് അണ്ടർഗോസ് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്. വല്ലാതെ ഉത്തേജിതാവസ്ഥയിലൂടെ ഫോസ്ഫറസ് പേഷ്യൻ്റ് കടന്നു പോകാം. ട്രംബ്ലെസ്നെസ്, ആകെ വിറയല്, ആടല്. വൈൽഡ് തോട്ട്സ്, വളരെ ഭയങ്കരമായ വന്യമായ ചിന്തകൾ. എക്സൈറ്റബിലിറ്റി, ഉത്തേജിതാവസ്ഥ. കീപ്പിംഗ് ഫ്രം അവേക്ക് അറ്റ് നൈറ്റ്. ഈ ഉത്തേജിതാവസ്ഥ കാരണം രാത്രി ഉറങ്ങാതെ ഇരിക്കും. വയലൻറ്റ് ഇമാജിനേഷൻസ്, വളരെ വന്യമായ സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ. എക്സൈറ്റബിലിറ്റി ഈവൻ ടു എക്സ്റ്റസി ആൻഡ് ക്ലയർവോയ്സൻസ്. ഉത്തേജിതാവസ്ഥ വന്നിട്ട് ഒരു എക്സ്റ്റസി, അത്യാനന്ദം, വല്ലാതൊരു ആനന്ദം. ക്ലയർവോയൻസൻസ്, ഭാവി പ്രവചിക്കൽ, ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയൽ. ദ മൈൻഡ് മേ ബി ഓവർ ആക്റ്റീവ് ഓർ മേ ബി എക്സ്ട്രീംലി പാസീവ് വിത്ത് ലോസ് ഓഫ് മെമ്മറി. അപ്പോൾ മനസ്സിൻ്റെ കാര്യത്തിൽ രണ്ട് എക്സ്ട്രീം വരാം. വല്ലാതെ എക്സൈറ്റബിൾ ആകാം, വല്ലാതെ പാസീവായിട്ട് ഓർമ്മ പോലും നഷ്ടപ്പെട്ട അവസ്ഥ വരാം. ഒരു എക്സ്ട്രീംസ് ഉണ്ട്. ഇറിറ്റബിലിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് ഗ്രേറ്റ് ഫ്രസ്ട്രേഷൻ ഓഫ് മൈൻഡ് ആഫ്റ്റർ സ്ലൈറ്റ് മെൻ്റൽ എഫേർട്ട്. നിസ്സാരമായൊരു മാനസിക അധ്വാനം കൊണ്ട് വല്ലാത്ത ക്ഷീണം, മനസ്സിന് വല്ലാത്ത ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകാം. അങ്ങനത്തെ ഒരു വിശേഷപ്പെട്ടൊരു കണ്ടീഷനാണ് ഫോസ്ഫറസ് പേഷ്യൻ്റുള്ളത്. ആൻഡ് ഓഫ് ദ ബോഡി, മെൻ്റൽ എഫർട്ട് മാത്രമല്ല ശരീരം കൊണ്ടുള്ള എഫർട്ട് കൊണ്ടും ഇതുണ്ടാകാം. ആഫ്റ്റർ സ്ലൈറ്റ് ഫിസിക്കൽ എക്സേർഷൻ, നിസ്സാര ഒരു ഫിസിക്കൽ എക്സേർഷനോ മെൻ്റൽ എക്സേർഷനോ കൊണ്ട് മനസ്സും ശരീരമൊക്കെ ആകെ എക്സോസ്റ്റഡ് ആകുന്ന അവസ്ഥയുണ്ട്. മൊത്തത്തിലൊരു രോഗാതുരമായൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോസ്ഫറസിൻ്റെത്. നമ്മൾ ചുറ്റും ഒത്തിരി ഇത്തരം ആളുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവർക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ആരോഗ്യം മെച്ചപ്പെടും, നല്ലൊരു ഭാവി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒത്തിരി പേരെ ഫോസ്ഫറസ് സഹായിക്കും. ഫോസ്ഫറസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നിരവധി സിംറ്റംസ് തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അവയെ കേൾക്കാം.